ഇതാണ് കേട്ടോ മാനർച്ചി. ഇതിന്റെ കളർ നോക്കിക്കേ. അപ്പൊ ഇന്ന് മാനർച്ചി വെച്ചിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പി ചെയ്യാൻ പോണേ കേട്ടോ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ ഏകദേശം 1.5 കിലോ മാനർച്ചി എടുക്കുന്നുണ്ട്. ഈ കാണുന്ന ബോൺമാരോ ഞാൻ സവാള വഴറ്റാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഈ മാനർച്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഉപ്പും വിനാഗിരിലും ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും, 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഇടാനുള്ള ഒരു മസാലപ്പൊടി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ ഗ്രാമ്പു, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 കഷ്ണം പട്ട, 1 ബേ ലീഫും കുറച്ച് ഏലക്കയും ഇട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇനി എക്സ്ട്രാ നൂലൊക്കെ വെട്ടിക്കളഞ്ഞ് നമുക്ക് ആ പൊതി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 8 വിസിൽ അടുപ്പിച്ച് തണുത്തോളം ഒഴിച്ച് തുറക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബോൺമാരോ ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ഡൈസ് ചെയ്ത്, ചെറിയ കഷ്ണം ഇഞ്ചി ഡൈസ് ചെയ്ത്, 6 പച്ചമുളക് അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം ഒന്ന് വഴറ്റി നമ്മുടെ കുക്കറിലുള്ള മാനർച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് നാട്ടിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ, പോലീസ് പിടിച്ചകത്തും. അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വരട്ടി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാൻ ഫ്രൈ റെഡി. പിന്നെ വരട്ടി എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റ് ഇത് നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയുള്ള സംഭവം. ഇതേ കൂടെ കഴിക്കാൻ ഞാൻ 2 പൊറോട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മാനർച്ചി വെച്ച് കൊടുക്കാം. കൂടെ 2 നാരങ്ങയുടെ സ്ലൈസും കുറച്ച് സവാള അരിഞ്ഞതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നാട്ടിലെങ്ങാനുമാണ് ഇതേപോലെ മാനിനെ പിടിച്ച് ഫ്രൈ ആണെങ്കിൽ പിടിച്ച് അകത്തിട്ട് കേട്ടോ. അപ്പൊ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ലീഗൽ ആണെങ്കിൽ മാത്രം ട്രൈ ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. മാനർച്ചി ഇങ്ങനെ എടുത്തിട്ട് ചെറിയ കഷ്ണം പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് നാരങ്ങ ജസ്റ്റ് പിഴിഞ്ഞതിന്റെ മേളിൽ ഇങ്ങനെ ഒഴിക്കണം. ഞാൻ കുറച്ച് സവാളയിൽ പാർസലിയും വിനീഗറും ഉപ്പും കുരുമുളകും ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അടിപൊളി കേട്ടോ. ലാമ്പിന്റെയും ബീഫിന്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ അധികം ഗെയിമി ഫ്ലേവർ ഒന്നും ഇല്ല കേട്ടോ. സംഭവം നല്ല ടേസ്റ്റിയാണ്. വേവൊക്കെ കറക്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.